ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീലീസ് വില്ലേജ് എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് 5 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ചാണ്. ഇതിൽ 4 കുട്ടികൾ താമസിക്കുന്നത് അർബൻ ഏരിയയിൽ അഥവാ സിറ്റിയിലാണ്. അതേപോലെ തന്നെ ഒരു കുട്ടി താമസിക്കുന്നത് വില്ലേജിലും. അപ്പോൾ നമ്മുടെ 4 കുട്ടികളും കൂടി വില്ലേജിൽ താമസിക്കുന്ന പീലിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ട്രാവലിനെ കുറിച്ചാണ്, അവരുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു പാഠത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹേ ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ അബൌട്ട് ടു എൻഡ്. ബിഫോർ ദാറ്റ്, പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ്. Pili's 4 friends are getting prepared for the trip to village. Don't you also like to travel? Shall we also go to Pili's village with them? അപ്പോൾ ഇവിടെ പറയുന്നു, പീലി എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മർ ഹോളിഡേയ്സ് ആയ സമയത്ത് തൻ്റെ 4 സുഹൃത്തുക്കളെയും പീലിയുടെ വില്ലേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഈ സമയത്ത് അവരെന്ത് ചെയ്യാണ്? ട്രിപ്പ് വില്ലേജിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. സോ പീലിയുടെ 4 ഫ്രണ്ട്സിനെ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ഫ്രണ്ടാണ് നീനു എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ പേരാണ് അപ്പു. മൂന്നാമത്തെ ഫ്രണ്ടിൻ്റെ പേരാണ് വിക്കി. 4ാമത്തെ ഫ്രണ്ടിൻ്റെ പേര് ചമേലി. അപ്പോൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് നോക്കാം. ഐ ആം നീനു. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. മൈ ഹോം ഈസ് അറ്റ് ദി ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദി സിറ്റി. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ. അപ്പോൾ നമ്മുടെ നീനു പറയാണ്, ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. മൈ ഹോം ഈസ് അറ്റ് ദി ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദി സിറ്റി. ഇനി ഞാൻ താമസിക്കുന്ന എൻ്റെ വീടോ ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നീനുവിൻ്റെ പേരൻസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുള്ളത് അല്ലേ. അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് ആര് താമസിക്കുന്നത്? നീനു താമസിക്കുന്നത്. ഇനി നീനുവിന് ഒരു യങ്ങർ ബ്രദറും ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ കുട്ടിയാണ് അപ്പു. അപ്പു പറയാണ്, മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദി സിറ്റി. എൻ്റെ വീടെന്ന് പറയുന്നത് സിറ്റിയിലുള്ള ഒരു സ്ലമ്മിലാണെന്നാണ് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സ്ലം എന്ന് പറയുമ്പോൾ ഒരു ചേരി പ്രദേശമാണ്. ഇനി ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ ദി ടെക്സ്റ്റൈൽ മിൽ. ടെക്സ്റ്റൈൽ മില്ലിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് എന്ന് ആര് പറയുന്നു? അപ്പു പറയുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ കുട്ടിയാണ് ആര്? വിക്കി. ഐ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദി സിറ്റി. സിറ്റിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ ആൻഡ് മൈ മോം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ നമ്മുടെ വിക്കി പറയാണ്, എൻ്റെ പപ്പ ഒരു ബിസിനസ് ആണ്. ഇനി അതേപോലെ തന്നെ എൻ്റെ അമ്മ ആരാണ്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് റണ്ണ് ചെയ്യുകയാണ്. അത് ഒരു തുണിക്കട എന്ത് ചെയ്യുകയാണ്? നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് കൂട്ടുകാരിയാണ് ചമേലി. ചമേലി പറയാണ്, വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. ഞങ്ങൾ ആസാമിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. മൈ മാ, പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വർഷക്കാലമായിട്ട് കേരളത്തിൽ താമസിക്കുകയാണ്. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years old ആൻഡ് വി ലിവ് ഇൻ എ പ്ലേസ് വെർ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് ലിവ് ടുഗദർ. അപ്പോൾ പറയാണ്, ഞങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ട് എന്തായി? 5 വർഷക്കാലമായി. അതുമാത്രമല്ല, ഞങ്ങൾ താമസിക്കുന്നത് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളുകൾ താമസിക്കുന്ന പ്ലേസിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് ആര് പറയുന്നു? നമ്മുടെ ചമേലിയും പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ 4 കൂട്ടുകാർ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? നമ്മുടെ പീലിയുടെ വില്ലേജിലേക്ക് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്കൊരു ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദി 5th person ഇൻ ദി ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. നിങ്ങളുടെ ചിത്രം ഇവിടെ വരച്ചതിന് ശേഷം ഇവരെ പോലെ നിങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നടത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം ചാപ്റ്ററിലേക്ക് പോവാം. ഇവിടെ ഗസ്റ്റ് വർക്കേഴ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിഥി തൊഴിലാളികൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം ദി സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അപ്പോൾ പറയാണ്, അതിഥി തൊഴിലാളികൾ എന്ത് ചെയ്യാറുണ്ട്? കേരളത്തിലേക്ക് വരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ഇതിൽ ഭൂരിഭാഗം ആളുകളും കേരളത്തിലേക്ക് വരുന്നത് കുടുംബമായിട്ടാണ്. എവിടെ നിന്നൊക്കെ? ആസാമിൽ നിന്നും, ബീഹാറിൽ നിന്നും, വെസ്റ്റ് ബംഗാളിൽ നിന്നുമെല്ലാം, അതേപോലെ ജാർഖണ്ഡിൽ നിന്നും.
ദർ ചിൽഡ്രൻ ആർ ബീങ് എഡ്യൂക്കേറ്റഡ് ഇൻ ദി പബ്ലിക് സ്കൂൾസ് ഇൻ കേരള. ഇനി ഇവരുടെ കുട്ടികളെല്ലാവരും പഠിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിട്ടാണ്, അഥവാ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ദസ് ചമേലി ഈസ് ഓൾസോ സ്റ്റഡിങ് ഇൻ കേരള ആൻഡ് ചമേലി കോൾസ് ഹെർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പാപ്പ റെസ്പെക്റ്റീവ്ലി. ഇനി അതേപോലെ തന്നെ ചമേലി എന്ത് ചെയ്യുന്നു, അവളുടെ അച്ഛനെയും അമ്മയും വിളിക്കുന്നത് മാ എന്നും അതേപോലെ തന്നെ പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടു, ഗസ്റ്റ് വർക്കേഴ്സായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ളതാണ് ആര്, നമ്മുടെ ചമേലിയുടെ ഫാമിലി. ഇനി ചമേലി പഠിക്കുന്ന എവിടെയാണ്? ഗവൺമെൻറ് സ്കൂളിലാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവർ താമസിക്കുന്ന എവിടെയാണ്? ഗസ്റ്റ് വർക്കേഴ്സായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്താണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത് നമ്മൾ കണ്ടു. നൗ അടുത്തൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. ഹാവ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ ബൈ ആഡിങ് യുവർ ഹോബീസ്, ലിഷർ ടൈം ആക്ടിവിറ്റീസ്, വിഷസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നമ്മൾ തയ്യാറാക്കി. ഇനി അടുത്തതായിട്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു പേഴ്സണൽ പ്രൊഫൈൽ തയ്യാറാക്കാനായിട്ടാണ് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്, ഇനി അതേപോലെ ലിഷർ ടൈം ആക്ടിവിറ്റീസ്. ലിഷർ ടൈം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ ചിലവഴിക്കാറുള്ളത്. ഇനി വിഷസ് ആൻഡ് ഡ്രീംസ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ അടുത്തൊരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ. ഓക്കെ, ഇനി നമ്മുടെ 4 ഫ്രണ്ട്സും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അവർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നീനു. ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോഞ്ചിങ് ഫോർ എ ലോങ് ടൈം. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. ഇപ്പം നീനു പറയാണ്, ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു യാത്ര നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്ര നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോവുകയാണ്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. വീട്ടിൽ നിന്ന് സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. യു നോ ദാറ്റ് ഐ ഡോണ്ട് ഗോ എവരിവർ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അങ്ങനെ പോകാറില്ല എന്ന് നീനു പറയുന്നു. കാരണം എന്താണ്, നീനു വീൽ ചെയറിലാണുള്ളത്, നീനുവിന് എല്ലാ സ്ഥലത്തും പോകാൻ സാധിക്കില്ല അല്ലേ. ഓക്കെ ഫൈൻ. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ വിക്കി പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. അപ്പോൾ നമ്മുടെ വിക്കി പറയാണ്, പപ്പയും മമ്മിയും എന്നെ മനസ്സില്ലാ മനസ്സോടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു യാത്രയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ദേ ഡോണ്ട് അലോ മീ ടു ഗോ ടു പ്ലേസസ് ഫാർ അവേ എലോൺ. ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാറില്ല. ഐ ഹാവ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു അവരുടെ അടുത്ത് നിന്ന് സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി. നൗ മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. അത് മാത്രമല്ല, മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്ന സ്ഥലത്തുനിന്ന് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ചമേലിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. മാ ഈസ് ഓൾവേസ് സ്കേർഡ് വേർ എവർ ഐ ഗോ. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഞാൻ എവിടെ പോയാലും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. അപ്പോൾ നമുക്കറിയാം, ചമേലി ആസാമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗസ്റ്റ് വർക്കേഴ്സായിട്ട് വന്നിട്ടുള്ള അവരുടെ മകളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് വർക്കേഴ്സിൻ്റെ അടുത്ത് കേരളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചമേലിയുടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് മോളെ എവിടെ വിടാനായിട്ടും. സോ ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദീസ്. ഷീ ഹാസ് അഷ്യൂർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ്. ദാറ്റ്സ് വൈ ഐ ആം കമ്മിങ്. അപ്പോൾ നമ്മുടെ ചമേലി ഇത് പീലിയുടെ അടുത്ത് പറഞ്ഞു ഈ ഒരു കാര്യം. പീലി എന്ത് ചെയ്തു, ചമേലിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആരും നിന്നെ മാറ്റി നിർത്തുകയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ വരുന്നത് എന്നാണ് ചമേലി പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് കുട്ടിയായിട്ടുള്ള അപ്പുവിന് എന്താ പറയാനുള്ളത് നോക്കാം. അമ്മ ഡിഡ്ന്റ് ഒബ്ജക്റ്റ് ടു. ഐ എം വെറിഡ് ദാറ്റ് ഷീ വിൽ ബി എലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. അപ്പോൾ നമ്മുടെ അപ്പു പറയാണ്, അമ്മ പ്രത്യേകിച്ച് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല, പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്, അമ്മ വീട്ടിൽ ഞാൻ പോയി കഴിഞ്ഞാൽ തനിച്ചാകുമല്ലോ എന്നോർത്ത്. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. ഈ സമയത്ത് അപ്പു പറയാണ്, എന്നിരുന്നാലും ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ 4 പേരും എന്ത് ചെയ്യുന്നത്, അവരുടെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള
അവർ പറഞ്ഞപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യുന്നത്, അവർക്കിടയിലുള്ള കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുണ്ട്. ആർ യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം? ഡോണ്ട് യു ഹാവ് സം കൺസേൺസ്? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ. അപ്പം നിങ്ങളും അവരോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറല്ലേ? നിങ്ങളുടെ മനസ്സിലും ചില കൺസേൺസ് അഥവാ ആശങ്കകൾ ഉണ്ടാകാറില്ലേ? അത് നമ്മളോട് എന്ത് ചെയ്യാൻ ഇവിടെ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിത്രം ഇവിടെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ് ഇവിടെ നമ്മൾ എഴുതാം. അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ നോക്കാം. ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്? ഇമാജിൻ ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ബിക്കം ഫ്രണ്ട്സ്. പ്രസൻറ്റ് എ റോൾ പ്ലേ ഇൻ ദി ക്ലാസ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ക്ലാസ്സിൽ ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സായിട്ട് മാറിയതിന് ശേഷം ഇവർ 5 പേരും വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഓരോ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഈ 5 കൂട്ടുകാരും എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി എന്നത് നമ്മളൊരു റോൾ പ്ലേയിലൂടെ നമ്മളോട് കാണിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, വിക്കി, ചമേലി, നീനു, പീലി, അപ്പു എന്ന് പറഞ്ഞ് ഓരോ ക്യാരക്ടേഴ്സായിട്ട് സ്വീകരിക്കുക. അതിനുശേഷം അവർ സ്കൂളിൽ നിന്ന് എങ്ങനെ പരിചയപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്? വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ, പേർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മളും എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമ്മൾ തയ്യാറെടുക്കാറുണ്ട്. ബേസ്ഡ് ഓൺ ദി ഡെസ്റ്റിനേഷൻ, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ ഏത് പ്ലേസിലേക്കാണോ പോകുന്നത്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ പോകുന്നത്, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്, ഇപ്പോൾ ലാൻഡ് ആണോ, വാട്ടർ ആണോ, എയർവേസ് ആണോ, എങ്ങനെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെല്ലാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറെടുപ്പുകൾ എടുക്കാറുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു വില്ലേജിലേക്കുള്ള ഇവരുടെ യാത്രയ്ക്ക് ഇവർ ഓരോരുത്തരും എടുത്തിട്ടുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ചമേലി. ചമേലിയുടെ ബാഗിൽ നമുക്ക് കാണാൻ സാധിക്കും ഡ്രസ്സുണ്ട്, ബുക്കുണ്ട്, പിന്നെ ആവശ്യമായിട്ടുള്ള സോപ്പും പിന്നെ അതേപോലെ പേസ്റ്റും ബ്രഷും ഒക്കെ കാണാം. അപ്പോൾ ചമേലിയുടെ ചിന്തയെന്ന് പറയുന്നത് വിൽ അതേഴ്സ് സെറ്റ് മീ എസൈഡ്? എന്നെ മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്നാണ് ചമേലി ചിന്തിക്കുന്നത്. നൗ രണ്ടാമതായിട്ട് നമുക്ക് അപ്പുവിനെ കാണാനായിട്ട് സാധിക്കും. അപ്പുവിൻ്റെ ബാഗിൽ ഒരു ഉടുപ്പും ഒരു പമ്പരവുമാണ് ഉള്ളത്. വിൽ അമ്മ ബി എലോൺ? അപ്പോൾ അപ്പു ചിന്തിക്കുവാണ് അമ്മ ഒറ്റയ്ക്കായി പോകുമോ? നൗ നമ്മുടെ മൂന്നാമത്തെ കുട്ടിയായിട്ടുള്ള നീനു. നീനുവിൻ്റെ ബാഗിൽ എന്തുണ്ട്? ഡ്രസ്സുണ്ട്, അതേപോലെ ഒരു ഡ്രോയിങ് ബുക്കുണ്ട്, കളർ പെൻസിൽസ് ഉണ്ട്, പിന്നെ പേസ്റ്റും സോപ്പും എല്ലാം ഉണ്ട്. നൗ ക്യാൻ ഐ വിസിറ്റ് ഓൾ ദി സൈറ്റ്സ് ദർ? എനിക്ക് അവിടെയുള്ള എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കുമോ എന്നാണ് നമ്മുടെ നീനുവിൻ്റെ മനസ്സിലുള്ള ചിന്ത. കാരണം നമുക്കറിയാം നീനു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നീനുവിനൊരു ടെൻഷനുണ്ട്, എല്ലാ പ്ലേസസും അവളെ കൊണ്ട് ചെന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വിക്കിയാണ്. വിക്കിൻ്റെ ബാഗിൽ നമുക്ക് ഡ്രസ്സും പിന്നെ അതേപോലെ ഡെൻ്റൽ കിറ്റുണ്ട്, പിന്നെ ഷവർ കിറ്റുണ്ട്, മൊബൈൽ ഫോണുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ളതായിട്ട് കാണാം. വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദി സിറ്റി? നഗരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഗ്രാമത്തിലും ഉണ്ടാകുമോ എന്നാണ് നമ്മുടെ വിക്കിയുടെ മനസ്സിലുള്ള ആശങ്ക. ഓക്കെ, ഇനി നമുക്കിവിടെ ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദി ട്രിപ്പ്? വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട് ആൻഡ് ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദി സെയിം. അപ്പോൾ നമുക്കിവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബാഗിൽ എടുക്കുക എന്നുള്ളത് നമ്മളിവിടെ വരയ്ക്കണം. അതിനുശേഷം നമ്മുടെ മനസ്സിൽ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് ഇവിടെ എഴുതുവാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 കൂട്ടുകാരും കൂടി വില്ലേജിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം. ഷാൽ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ? അപ്പോൾ നമ്മുടെ നീനു ചോദിക്കുവാണ് നമുക്കൊരു യാത്രാഗാനം ആലപിച്ചുകൊണ്ട് യാത്ര ചെയ്താലോ എന്ന്. അപ്പോൾ ഉടനെ നമ്മുടെ വിക്കിയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാടുകയാണ്. We are on our way to see the world and travel near and far. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നമ്മുടെ വില്ലേജിലേക്ക് പോകുന്നത്. സോ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ഡു യു നോ ട്രാവൽ സോങ്സ്? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ്സ് ഇൻ ദി ക്ലാസ്. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള ട്രാവൽ സോങ്സ് അറിയാമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രാവൽ സോങ് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അവർ പീലിയുടെ വില്ലേജിൽ എത്തിച്ചേർന്നു. ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അപ്പു ചൂണ്ടി കാണിക്കുന്നുണ്ട്. ദർ ഈസ് പീലി.
അപ്പോൾ ഉടനെ പീലി വരുന്നു. നൗ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം, വൈ ആർ യു സോ ലേറ്റ്? അപ്പോൾ നമ്മുടെ പീലി ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് നേരമായി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത്? ഈ സമയത്ത് റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ലേറ്റ് ആയതെന്നുള്ളത് പീലിയോടുള്ള നിങ്ങളുടെ മറുപടിയാണ്, റെസ്പോൺസാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം, നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരുപാട് ട്രാവൽ സോങ്സ് എല്ലാം പാടി വില്ലേജിലേക്കുള്ള വ്യൂസ് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയതെന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ചിന്തിച്ച് ഉചിതമായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ കം ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ ഈ സമയത്ത് പീലി എല്ലാവരും എന്ത് ചെയ്തു, വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ആൻഡ് വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്? പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെല്ലാം എക്സ്പെക്ടേഷൻസ് ആയിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് യുവർ ടീച്ചേഴ്സ് ഹെൽപ്പ്. ഇവിടെ നിങ്ങൾ എന്ത് എഴുതുക, പീലിയുടെ വില്ലേജിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതുക. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ പീലിയുടെ അമ്മയെ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഈസ് മൈ അമ്മ. അപ്പോൾ അമ്മ പറയാണ്, കമോൺ എവരിബഡി, യു ആൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്, ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. അമ്മ പറഞ്ഞു, എല്ലാവരും ഉള്ളിലേക്ക് വരൂ, എല്ലാവരും ഒരുപാട് യാത്ര ചെയ്ത് മടുത്ത് കാണും, ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്, നമുക്ക് ആദ്യമേ തന്നെ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ വിക്കി എന്ത് ചെയ്യുകയാണ്, ബാഗിൽ നിന്ന് അവൻ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് എടുക്കുകയാണ് അല്ലേ. ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പീലി പറയാണ്, ഓ ഹൗ ഹോട്ടി ഹീസ്, എത്ര അഹങ്കാരിയാണ് നീ, എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാണ്, നീ കൊണ്ടുവന്ന ഫുഡാണോ കഴിക്കുന്നതെന്ന് ആര് ചോദിക്കുന്നു, നമ്മുടെ പീലി വിക്കിയോട് ചോദിക്കുന്നു. നൗ നമ്മുടെ പീലിയുടെ അമ്മ കടന്നു വന്നു. അമ്മ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഡിയർ, ഈസ് ഇൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി, എല്ലാ ദിവസവും കഴിക്കുന്നതല്ലേ മോനെ ഇത്, ട്രൈ ഈറ്റിംഗ് ദിസ്, ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ്, വി മിൽ ഇറ്റ് അവർ സെൽഫ്. അപ്പോൾ അമ്മ പറയാണ്, നമ്മളിവിടെ കഴിക്കുന്ന അരി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പാടത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, വിളയിച്ചെടുത്തിട്ടുള്ളതാണ് അല്ലേ. ആൻഡ് ദെൻ ദർ ഈസ് ടപ്പിയോക്ക, ഇവിടെ എന്തുണ്ട്, കപ്പയുമുണ്ട് എന്ന് പറയുന്നു. ദർ ഈസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദി റിവർ, ഇവിടെ പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീനുമുണ്ട്. ആരാണ് ആ മീൻ പിടിച്ചിട്ടുള്ളത്, പീലിയുടെ അച്ഛൻ. ആൻഡ് ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്, അത് മാത്രമല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുള്ളത് പീലിയുടെ അച്ഛൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് അവർ ഭക്ഷണം കഴിക്കുകയാണ്. വിക്കി പറയാണ്, ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം ഐ എം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. അപ്പോൾ നമ്മുടെ വിക്കി എന്താ പറഞ്ഞത്, ഇതാദ്യമായിട്ടാണ് ഇത്രയും സ്വാദുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിക്കുന്നത്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദീസ് അറ്റ് ഹോം, ഈ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ ഞങ്ങൾ വീട്ടിൽ വാങ്ങാറില്ല എന്ന് വിക്കി പറയുന്നു. സമയത്ത് അപ്പു പറയാണ്, പീലി ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്, ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്, യു ഷുഡ് ഷെയർ ദി റെസിപ്പി ഓക്കെ. അപ്പോൾ അപ്പു പറയാണ്, പീലി ഈ ഭക്ഷണം വളരെയധികം സ്വാദിഷ്ടമാണ്, നീ എന്ത് ചെയ്യണം, ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള പാചകക്കുറിപ്പ് എനിക്ക് എഴുതി തരണം എന്ന് പറയുന്നു, റെസിപ്പി തരണം എന്ന് പറയുന്നു. നൗ പീലി, വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാമെന്ന് പീലി മറുപടി പറയുന്നു. ഫാദർ വിൽ ബി ഇൻ ദി ഫീൽഡ്, ഗോ ദർ, യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു. സമയത്ത് അമ്മ പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാടത്തേക്ക് പോവുക, ഫീൽഡിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ആരെ കാണാൻ സാധിക്കും, അച്ഛനെ കാണാൻ സാധിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു, നിങ്ങൾക്ക് ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള ഗ്രാമവും കാണാൻ സാധിക്കുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.